നടന്ന സംഭവം എന്ന സിനിമ ഒരു ചെറിയ സംഭവത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ സിനിമയാണ്. പക്ഷേ നമ്മൾ സമൂഹം വലുതായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വലിയ സംഭവമാണത്. രണ്ട് സ്ത്രീകൾ വളരെ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യം അവരുടെ ഭർത്താക്കന്മാരെ റെക്കോർഡ് ചെയ്ത് അത് പൊതുസമൂഹത്തിലെത്തിക്കുന്നു. അത് കയ്യാങ്കളിയാവുന്നത് പോലീസ് സ്റ്റേഷനിലെത്തുന്നു. സംഭവം എന്താ? ഇവർ വളരെ പേഴ്സണലായിട്ട് സംസാരിച്ചത് അവരുടെ സെക്ഷൽ ലൈഫിനെ കുറിച്ചാണ്. അവിടെ ഭർത്താക്കന്മാർക്ക് അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു മാസ്റ്റർബേറ്റ് ചെയ്ത കാര്യമൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ ഇത് ഭർത്താക്കന്മാർ ഒഫൻഡഡ് ആവുകയാണ്. അവർ പിന്നെ അവരെ കാണുന്നത് മോശമായിട്ടാണ്. അതേസമയം ഈ ഭർത്താക്കന്മാർ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ അവർ സംസാരിക്കുന്നത് പരസ്ത്രീകളെക്കുറിച്ചാണ്, പരസ്ത്രീ ബന്ധത്തെക്കുറിച്ചാണ്. എന്തൊരു കോൺട്രഡിക്ഷനാണെന്ന് നോക്കിയാൽ. പക്ഷെ അവർ അവരുടെ ഭാര്യമാരെ കാണുന്നത് എങ്ങനെയാണ്? നമ്മുടെ സമൂഹം ഇന്നും വളരാത്തൊരു മേഖലയാണത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളർന്നിട്ടില്ല. പലപ്പോഴും ഇത് ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ കുറ്റബോധം അനുഭവിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ വളരെ മനോഹരമായിട്ടാണ് സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ച് പറയാം. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. സെക്സ് അവരൊറ്റ ശരീരമായി തീരണം, യൂണിയൻ. എത്ര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ദൈവമാണ് ഈ ശരീരവും ഈ സെക്സും അതിൻ്റെ വികാരങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അത്ര പവിത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈശോ പറയുന്നു, ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈശോ ഉപയോഗിച്ച വാക്ക് സംയോജനമാണ്, യോജിപ്പിച്ചതെന്നല്ല. സംയോജനം എന്നുള്ള വാക്ക് അത് മനോഹരമാണ്. കുറേ അർത്ഥതലങ്ങളുണ്ട്. ഗാഢമായ ചേർച്ച, ഐക്യം. അതിലൊരു കെമിസ്ട്രി ഉണ്ട്, ഒരു രാസപ്രക്രിയ ഉണ്ടെന്ന് പറയുക. രണ്ട് രാസപദാർത്ഥങ്ങൾ തമ്മിൽ ചേർച്ചയ്ക്കും സംയോജനം എന്ന് ഉപയോഗിക്കാറുണ്ട്. അതിലൊരു ബയോളജി ഉണ്ട്, രതിക്രീഡ. അതിലൊരു ആസ്ട്രോണമി ഉണ്ട്, കാരണം ഗ്രഹങ്ങളുടെ യോഗം എന്ന് പറയാം, മീറ്റിംഗ് ഓഫ് പ്ലാനറ്റ്സ്. എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ സംയോജനം എന്നുള്ള വാക്ക്. ഓരോ കല്യാണവും ഓരോ വിവാഹവും അത് സംയോജനമാണെന്ന് ഈശോ പറയാം. ദൈവമാണത് യോജിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ വിശുദ്ധമായിട്ട് വിവാഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. പലപ്പോഴും ഇങ്ങനെ നമ്മളത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള. ചർച്ച ചെയ്യേണ്ടത് പൊതുസമൂഹത്തിലേക്കാളും കൂടുതൽ ഓരോ പാർട്ട്നേഴ്സ് അവർ സംസാരിക്കണം അവരുടെ ശരീരത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച്, അവരുടെ വികാരങ്ങളെക്കുറിച്ച്, ചിന്തകളെക്കുറിച്ച്. കാരണം അത്രമേൽ പവിത്രമാണ് ദൈവം ഉണ്ടാക്കിയ വിവാഹമെന്ന ബന്ധം.